രാജ്യത്തിനെ നടുക്കിയ ഭീകരാക്രമണമായിരുന്നു ജമ്മു കാശ്മീരിൽ നടന്നത്. അതിന്റെ പേരിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിവിധ കരാറുകൾ റദ്ദാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സിന്ധു ജല നദി കരാറാണ് ഇവിടെ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ പാകിസ്ഥാനിൽ വലിയ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കൃഷി വ്യവസായവും വൈദ്യുതിയും തുടങ്ങിയ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാകും. എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ട ജീവനുകൾക്കാൾ വലുതല്ല അതൊന്നും. അതിനാൽ തന്നെ ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും വ്യക്തമല്ല. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് അത് കാരണമായി മാറും. ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇന്ത്യ നൽകി കഴിയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സിന്ധു നദി ജല കരാർ? അത് റദ്ദാക്കിയതിന്റെ ഉദ്ദേശം എന്താണ്? രാജ്യം ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് 1960കളിൽ നടന്ന കരാറുകളെ പറ്റിയാണ്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാം. തീർച്ചയായും ഇത് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു തകർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനും ഒരു മറുപക്ഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാന് ഉപകാരമാകുമോ എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കരാർ? അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാജ്യത്താകെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നത് വലിയ വാർത്തകൾക്ക് വിധേയമായിരുന്നു. കശ്മീരിലെ വിനോദസഞ്ചാര മേഖലയിൽ നടന്ന ആക്രമണത്തിൽ നിരപരാധികളായ 30 ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതേ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജലം ഉപയോഗിക്കാവുന്ന ബന്ധപ്പെട്ട സിന്ധു നദീജല കരാർ അടക്കമുള്ള സുപ്രധാന കരാറുകൾ ഇന്ത്യ റദ്ദാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പാകിസ്ഥാന്റെ ജലലഭ്യത കുറയാൻ പ്രധാനപ്പെട്ട കാരണമാകും. ഇത് പാകിസ്ഥാനിലെ കൃഷി, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയെ മാത്രമല്ല സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പതിറ്റാണ്ടുകളായി ഭീകരാക്രമണങ്ങളും നിരവധി സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ട് പോലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയിട്ടില്ലായിരുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഈ കരാർ റദ്ദാക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. പഹൽഗാം ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ കൈക്കൊള്ളുകയും ചെയ്തു. പാക് പൗരന്മാരോട് 48 മണിക്കൂറിനകം തന്നെ ഇന്ത്യ വിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ അട്ടാരി അതിർത്തി അടയ്ക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാറാണിത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിന്. 1960 സെപ്റ്റംബർ 19 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ അയൂബ് ഖാനും തമ്മിൽ കറാച്ചിയിൽ വെച്ചാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. തുടർച്ചയായി 9 വർഷം നീണ്ടുനിന്ന് മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ് കരാർ യാഥാർത്ഥ്യമാകുന്നത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇത്. കരാർ അനുസരിച്ച് പടിഞ്ഞാറൻ ഭാഗത്തെ സിന്ധു, സലം, ചിനാബ് നദികൾ പാകിസ്ഥാനും കിഴക്കൻ മേഖലയിലെ ബിയാസ്, രവി, സത്ലേജ് നദികൾ ഇന്ത്യക്കുമായിരുന്നു. ആർക്കും നൽകപ്പെടാത്ത ചെറിയ നദികൾ വ്യവസ്ഥകൾക്കനുസരിച്ച് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുമിച്ച് ഉപയോഗിക്കാം. കരാർ റദ്ദാക്കിയതിന്റെ പ്രത്യക്ഷ ഫലങ്ങൾ അടിയന്തരമായി കരാർ റദ്ദാക്കിയതിലൂടെ സിന്ധു നദിയുടെയും പോഷക നദികളുടെയും ജലം ഉപയോഗിക്കുന്നതിന് ഇന്ത്യക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതായി. പടിഞ്ഞാറൻ നദികളായ ഇൻടാൻ, സലം, ചിനാബ് നദികളിലെ ജലം സംഭരിക്കാനും ഇന്ത്യക്ക് സാധിക്കും. ജമ്മു ആൻഡ് കാശ്മീരിലെ നിർമ്മാണത്തിലിരിക്കുന്ന 2 ജലവൈദ്യുത പദ്ധതികൾ സന്ദർശിക്കാനുള്ള പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ അനുമതിയും ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട്. സലം, ചിനാബ് നദികളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണിത്. അതേസമയം നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനെ പെട്ടെന്ന് ബാധിക്കാനിടയില്ലെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. കുറഞ്ഞത് ഏതാനും വർഷങ്ങൾക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുടെ ഗതി തടസ്സപ്പെടുത്തുന്നതിനോ ഇന്ത്യയിലേക്ക് തന്നെ വഴിതിരിച്ചു വിടുന്നതിനോ സാധിക്കില്ല. ഇതിനുള്ള സംവിധാനങ്ങൾ നിലവിലല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതേസമയം നദീജല കരാർ റദ്ദാക്കിയത് സാങ്കേതികമായി അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരു എക്സിറ്റ് ക്ലോസ് കരാറിൽ ഇല്ലാതായതാണ് കാരണമാകുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കരാറിന് ഒരു അവസാന തീയതി അഥവാ കാലപരിധിയില്ല. തർക്ക പരിഹാരത്തിനുള്ള വ്യവസ്ഥകളും ഈ കരാറിൽ പറയുന്നില്ല. കരാർ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാന് രാജ്യാന്തര തലത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉൾപ്പെടെ പരാതികൾ ഉന്നയിക്കാനാവില്ലെന്ന് 2016 അന്നത്തെ പാകിസ്ഥാൻ നിയമമന്ത്രി അഹ്മർ ബിലാൽ സൂഫി ഡോൺ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു.